people started saying that she charges 3 crores per film. And and I was like, yeah, I wish. That's not true at all, but I wish. Trust me, which took 5 to 6 months of the peace in my house. And it was so bad. In fact, there were family members who said that, oh, now it's better you guys commit suicide. Trust me, there was someone who said this to my mother. Heroes പറയുന്ന പോലെ ആ സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടറിനെ അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റുന്ന I have not taken that freedom. I don't think you will either. Malayalam cinema is just the best industry for women, I feel. There are a lot of people who say otherwise. അത് ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. The Q ഷോ ടൈമിൽ മമത, പ്രിയ, വെൽക്കം. Hi, thank you. ഈ ഫേക്ക് ന്യൂസ് എന്നത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ടൈം പീരീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വാർത്തയാണ് ശരി, ഏത് വാർത്തയാണ് തെറ്റ്, നമ്മൾ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്. ഈ ലൈവിൻ്റെ ഒരു ഫസ്റ്റ് ടീച്ചർ വരുമ്പോൾ അതിൻ്റെ ഗ്ലിംസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ലൈവും ചർച്ച ചെയ്യുന്നത് ഫേക്ക് ന്യൂസും അതിൻ്റെതായ കോൺഫ്ലിക്റ്റുകളും കോൺസിക്വൻസുകളൊക്കെയാണെന്നാണ്. അത് തന്നെയാണോ ലൈവിൻ്റെ ഒരു കഥാപരിസരവും? അതെ. ലൈവിൻ്റെ മെയിൻ വാട്ട്സ് ഇൻട്രസ്റ്റിംഗ് അബൌട്ട് ലൈവ്, വാട്ട് മെയ്ഡ് ലൈവ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ വാസ് ഫിലിമിൻ്റെ ആദ്യത്തെ 10 minutes തന്നെ വി ഗെറ്റിംഗ് ഇൻ ടു ദി ആക്ച്വൽ മാറ്റർ ആൻഡ് ദാറ്റ് ഈസ് അഡ്രസ്സിങ് ഫേക്ക് ന്യൂസ്. സോ ദർ ഇസ് എ പേസ് ഇൻ ദ ഫിലിം which pretty much will resonate with the people in a way that ഇന്ന് ഫേക്ക് ന്യൂസ് കാരണം ഉണ്ടാകുന്ന ആങ്സൈറ്റി, ബിക്കോസ് ഈ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആകുമ്പം there are victims of fake news as well. Right? It is always on someone or about something. And as much as people say that നമ്മളൊരു ചെറിയ ക്യാമ്പയിൻ ചെയ്തിരുന്നു, and in that we kind of realized that when I watched bits of that campaign എനിക്ക് മനസ്സിലായത് എത്രയൊക്കെ ആൾക്കാർക്ക് ഇത് ഫേക്ക് ന്യൂസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ വാട്സാപ്പിൽ വരുന്ന ഒരു മെസ്സേജ് ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രൂത്ത് ഇറ്റ് ഈസ് ബീങ് ഷെയർഡ്. ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫേക്ക് ന്യൂസ് ആണ് ഇപ്പം ഫോർവേഡഡ് മെനി ടൈംസ് പറഞ്ഞിട്ട് വരുന്നത്, റൈറ്റ്? സോ ഏറ്റവും കൂടുതൽ. സോ യു നോ ദാറ്റ് if it is something entertaining for fun, I can understand. But what people don't think is the other side, the dark side of the spread of fake news. So this movie is entirely focused on that, with a few elements of goodness and how varied people are in society and how it impacts everyone collectively. There are people who actually care about fake news being spread, especially when it happens to someone that is known to them. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ സിനിമ. ഐ വോണ്ട് സേ it's a pacey film. I feel that it's a very pacey film, and I think it'll really connect with the audience, especially when it comes to the matter of fake news. And that's what our media is all about today. ഈ ഫേക്ക് ന്യൂസ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന നടിമാര്, നടന്മാര്, ഇവരെല്ലാം ഇതിലൂടെ ഒരു തവണയിലും കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. മമതയുടെ കേസിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് വർഷം മുന്നേ. 2016 തോന്നുന്നു. പ്രാർത്ഥിച്ചതെല്ലാം ജീവൻ പോകാൻ വേണ്ടി എന്ന് പറഞ്ഞ്. എന്റെ ദൈവമേ, പറയുന്നത് വളരെ ഡിഫറെന്റ്ലി. ഹെഡ്ലൈൻ, ഓക്കെ, ഇപ്പോൾ ഒരു യൂട്യൂബ് കോണ്ടന്റിന്റെ ഹെഡ്ലൈൻ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ദി ആക്ച്വൽ മാറ്റർ. ഇൻഫാക്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിനോട് ഒരു റെലവൻസും ഇല്ലാത്ത കോണ്ടന്റ് വരെ വരുന്ന ചാനൽസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ I found this the most interesting, and I find it interesting. It's going to be very interesting for the rest of, as long as social media is alive, and it's relevant and present. I think fake news is going to continue. പക്ഷേ what they don't എന്താ മനസ്സിലാക്കാത്തതെന്ന് വെച്ചാൽ is the dark side of it. And that is what this film actually focuses on. പ്രിയയ്ക്ക് അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് കരിയറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഓർമ്മയിൽ വരുന്ന ഒരു ഫേക്ക് ന്യൂസ് ഇൻസിഡന്റ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ പല റൂമറുകളും കേൾക്കുന്നതാണ്. ഇപ്പോൾ ലൈക്ക് ബീങ് ഇൻ ദ ഇൻഡസ്ട്രി, സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മളും ചെറിയ രീതിയിൽ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ യുനോ ബൈ മീൻസ് ഓഫ് ലൈക്ക് റൂമേഴ്സ് ആൻഡ് ഗോസിപ്സ്, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡെപ്ത് അത്രേ ഉള്ളൂ. പക്ഷെ അതിലും ഡീപ്പായിട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങളും അതിലും ഡീപ്പായിട്ട് എഫക്റ്റ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ എവറി ഡേ ഓൺ എ നോർമൽ ഡേ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി എന്തെങ്കിലും പുതിയ ഗോസിപ്പ് കേൾക്കാൻ കിട്ടും ഒബ്വിയസ്ലി. സോ യാ വി ഗോ ത്രൂ ഇറ്റ് ലൈക്ക് ഓൺ എ ഡെയിലി ബേസിസ്. ഐ ഫീൽ ലൈക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടത് പ്രോബബ്ലി എനിക്കിപ്പോഴും സ്റ്റക്കായി നിൽക്കുന്നത് എന്താ വെച്ചാൽ
എൻ്റെ ആ ഒരു വിങ്കിൻ്റെ ടൈമിൽ people started saying that she charges 3 crores per film. And I was like, yeah, I wish. That's not true at all, but I wish. But at like some level, I feel like ആ ഒരു ന്യൂസ് സ്പ്രെഡ് ആയ കാരണം ഷീ ചാർജസ് ദാറ്റ് മച്ച് എന്നുള്ളത് കുറേ ആൾക്കാരുടെ മൈൻഡിലും, അതായത് ഇപ്പോൾ ഫിലിം മേക്കേഴ്സിൻ്റെ ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സിൻ്റെ മൈൻഡിലും അത് സെറ്റായി ദാറ്റ് ഷീ ചാർജസ് ടു മച്ച് എന്നുള്ളൊരു സംഭവം. പിന്നീട് ഞാൻ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴാണ് ലൈക്ക് ഓ ഇങ്ങനെ എത്രയാണ് ചാർജ് ചെയ്യുന്നത്, ലൈക്ക് ഐ ഡോണ്ട് ചാർജ് ദാറ്റ് മച്ച്. അങ്ങനത്തെ ഒരു ഇമേജ് അല്ലെങ്കിൽ അത് അൺഅപ്രോച്ചബിൾ ആണെന്നുള്ളൊരു ഇമേജ് ഓൾറെഡി ഇങ്ങനെ ഒരു ചെറിയ റൂമർ എന്ന് അത് ഓൾറെഡി സെറ്റായി. സോ ഐ ഫേസ് ദാറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പോൾ ഈ ലൈവിലെ ക്യാരക്ടർ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മീഡിയ ജേർണലിസം ഇതിൻ്റെ എല്ലാം ബാക്ക്ഡ്രോപ്പ് വരുമ്പോൾ നമുക്ക് ആദ്യം കണക്ട് ചെയ്യുന്നത് പാസഞ്ചറിലെ അനുരാധയാണ്. അനുരാധയായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റീസ് ആ ക്യാരക്ടർ ലൈവിലെ ക്യാരക്ടർ? നോ, മേ ബി ഇറ്റ്സ് ജസ്റ്റ് മൂവിയുടെ പേസും ആ ഒരു റേസി ഷോട്ട്സ് കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നതായിരിക്കും. അനുരാധയായിട്ട് സാമ്യം എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് അനുരാധ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിൽ എൻ്റെ ക്യാരക്ടർ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തൊരു സ്ത്രീയാണ് ശരിക്കും. പക്ഷെ എന്നാലും ഷീസ് ട്രൈങ് ടു ഫൈറ്റ് ദി തിങ്സ് ദാറ്റ് ഇൻഫാക്ട് എ ലോട്ട് ഓഫ് വിമൻ. എന്നാൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇസ് ഈ ക്യാരക്ടർ in terms of how she appears, she might not be that reserved, conservative ആയിരിക്കില്ല. She thinks it's okay because she was raised like that. She was raised thinking that it's okay to wear any type of clothes. പക്ഷേ she's suddenly becoming the victim of wrong onlookers or people who have a different perception of what she might be as a person. So I think ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു ഫ്രീഡം ഓഫ് ഹൗ ടു എക്സ്പ്രസ് യുവർ സെൽഫ് അതില്ലാത്തത് കാരണം ഒരുപാട് പേര് യുനോ ഒരു വിക്ടിം ആവുന്നുണ്ട് ഫോർ ഫേക്ക് ന്യൂസ് ആസ് വെൽ ആസ് ജസ്റ്റ് ബീങ് അറ്റാക്ട്, ആൻഡ് ദാറ്റ് റിയലി ഹാമ്പേഴ്സ് ദ ഗ്രോത്ത് ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ I feel that someone like Priya has also entered in a time where social media is so relevant, whereas we have grown out of that much earlier because അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. അപ്പോൾ by the time earlier, in fact ഞാൻ ഒരു കാര്യം പറയണം, ഇന്ന് എല്ലാത്തിൻ്റെയും attention span കുറഞ്ഞു. Even if there is a fake news, it gets overlapped by somebody else's fake news very very soon, right? അപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ വേഗം ഡീവിയേറ്റഡ് ആയി. നേരെ മറിച്ച് അന്ന് പത്രത്തിൽ ഒരു പത്രം തൊട്ടിട്ട് അടുത്ത പത്രത്തിലേക്ക്, അടുത്ത മാഗസീനിൽ, പിന്നെ അത് കവർ സ്റ്റോറിയായി. It used to stay for a very long time. And I remember in the beginning of my career, after a film, there was a fake news that was created, I think, by the movie's people itself. See, fake news എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് കുറേ സാധനങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ there are haters for that as well. That is the power of today's social media, where everybody has the freedom to comment however they like to. ആ പേഴ്സൺ പറയുന്നതിൻ്റെ അകത്ത് എന്ത് സത്യം ഉള്ളതെന്ന് അവർ ആലോചിക്കുന്നില്ല ആ സമയത്ത്. ദർ ഓൺലി ട്രൈങ് ടു അറ്റാക്ക് യു. പക്ഷെ അതിനകത്ത് ഇതിൻ്റെ ഓൾവേസ് പോസിറ്റീവ് സൈഡ് ഇസ് ഓൾസോ ദർ. ദർ ആർ പീപ്പിൾ ഹു ആർ സപ്പോർട്ടിങ്. സപ്പോർട്ട് ഇസ് ഓൾവേസ് ദർ. അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ബാഡ് ആൻഡ് ഗുഡ് ദേ കോ എക്സിസ്റ്റ്. വൺ വിൽ നോട്ട് എക്സിസ്റ്റ് വിതൗട്ട് ദി അതർ. ഓക്കെ, അപ്പം ഇത് പണ്ട് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് ഈ വിങ്ക് അടിച്ചാൽ 2 മില്യൺ ഫോളോവേഴ്സ് വരിക, അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. നോ, റിയലി. Okay, so when I did a film, how do they sell a film? Create a fake news. So they created a story, trust me, which took 5 to 6 months of the peace in my house. And it was so bad. In fact, there were family members who said that, oh, now it's better you guys commit suicide. Trust me, there was someone who said this to my mother. Imagine amma endairikku undergo cheyunnathu. Oh my God, like I am with Mamta 24/7. We are NRIs. We have no idea how to navigate in Kerala, okay, or in the film industry. We're completely new to this. ആദ്യമായിട്ട് വീട്ടിലൊരു സിനിമ മാഗസീൻ വാങ്ങിക്കുന്നത് ഞാൻ സിനിമയിൽ എൻട്രി ചെയ്തിട്ട് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം. ബിക്കോസ് someone calls up and tells us that, oh my God, ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടല്ലോ. And it really affected us. So people did not have something else to focus on at that time. അന്ന്, and neither did media. മീഡിയക്ക് ഒരു ന്യൂസ് ഒരു പേപ്പറിന് കിട്ടി അവരതിന് ആഡ് ചെയ്ത് അവരതിനെ തീക്കോളമാക്കുമായിരുന്നു. സോ ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. സോ വി ആർ ഇൻ എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ടൈം നൗ. ആൻഡ് ഇന്ന് വി ഹവ് കം ടു എ ടൈം വെയർ വി ക്യാൻ റൈറ്റ് അബൌട്ട് ദീസ് തിങ്സ് ആൻഡ് വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ത്രൂ സിനിമ.
And today we are able to talk about it. Today women are voicing what they feel about this. പക്ഷേ അതിനും വീണ്ടും ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് ഒരു പ്ലസും ഒരു മൈനസും ഉണ്ട്. അതിൻ്റെ അകത്ത് ആക്ച്വൽ വിക്ടിംസ് ആർ ദർ ആർ ഫേക്ക് വിക്ടിംസ് ആസ് വെൽ ടു ഫേക്ക് ന്യൂസ്. ഹൗ they create fake news so that it works to their advantage. ഇന്ന് ആൾക്കാർ പറയുന്നില്ലേ എന്താ, എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. ടുഡേ ബാഡ് പബ്ലിസിറ്റി ഈസ് ബെറ്റർ ദാൻ ഗുഡ് പബ്ലിസിറ്റി. സോ സീ ദാറ്റ് ഇസ് എ സാഡ് ട്രൂത്ത്. പ്രിയയുടെ കഥാപാത്രവും പ്രിയക്ക് എങ്ങനെയാണ് ലൈവ് ഇനിയുള്ള കരിയറിൽ ഒരു പ്രധാനപ്പെട്ട സിനിമയാവുന്നത്? ഡെഫിനറ്റ്ലി ഞാൻ ഇതുവരെ ട്രൈ ഔട്ട് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഫിലിമിലുള്ളത്. ഷീസ് എ വെരി, ഇപ്പോൾ ടീച്ചർ കണ്ടാൽ തന്നെ അറിയാം, സാധാരണ ഒരു പെൺകുട്ടിയാണ്, വളരെ നാടനായിട്ട് ഒരു പാവം പിടിച്ച കുട്ടി. ഒരു എന്താ പറയുക, മുത്തശ്ശനുണ്ട്, അപ്പം പുള്ളിക്കാരനാണ് ആ കുട്ടിയുടെ ലോകം. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇതുവരെ മലയാളത്തിൽ ഒന്നാമത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതൊരു 2 സിനിമയാണ്. അതിൽ 3ാമത്തെ സിനിമയാണ് ഇപ്പോൾ ലൈവ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ ഫിലിം 4 years ആയിരുന്നു, അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. ഒരു പാവം കുട്ടി. അതിപ്പം ചിലപ്പോൾ മിക്കവാറും എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമേ ആയിരിക്കില്ല. അപ്പോൾ ഐ തിങ്ക് വൈൽ കാസ്റ്റിംഗ് ഇത് ഞാൻ ചെയ്താൽ ഓക്കെ ആവോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് കൺവിൻസിങ് ആവോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് I had a very good time, like, you know, shooting for it. And ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതുവരെ എനിക്കങ്ങനെ കഥാപാത്രം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ചെയ്യാനായിട്ട്. ആൻഡ് യുനോ ലുക്കിലാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രെപ്പ് ചെയ്തു. ഇപ്പം ഞാൻ യൂഷ്വലി നടക്കുന്ന പോലെ അല്ലല്ലോ. അപ്പം ലുക്കിലാണെങ്കിലും എല്ലാം വൈസ് ഒരു നാടൻ കുട്ടിയാണെന്ന് കൺവിൻസ് ആവുന്ന പോലെ നമ്മൾ ഒരുപാട് പ്രെപ്പൊക്കെ ചെയ്തിട്ടാണ് ചെയ്തത്. സോ ഐ ഹാഡ് ഫൺ ഷൂട്ടിംഗ് ഫോർ ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും അഭിനയിക്കുന്നവരാണ്. എപ്പോഴും നമ്മുടെ ഈ മദർ ടങ്ങിൽ നമുക്ക് എപ്പോഴും ഒരു കംഫർട്ട് ഉണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്ന എപ്പോഴും മദർ ടങ്ങിലായിരിക്കും. ആ ഒരു കംഫർട്ട് നമ്മൾ പലപ്പോഴും ഇംപ്രവൈസേഷനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ അന്യഭാഷകൾ അഭിനയിക്കുമ്പോൾ നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ഒരു പോയിന്റ് വരുന്നുണ്ട്. അതിൽ ഉണ്ടോ, അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് അതിലുള്ളൊരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? It'll sound negative if I say it. Satyam Rachel, it's not the language. It's about how we express ourselves through a character. അത്രയും ഡെപ്ത് ഇൻ ക്യാരക്ടർ അന്യ ഭാഷയിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് ഐ എം ഡൂയിങ് എ തമിഴ് ഫിലിം റൈറ്റ് നൗ. See, Live is a film, I will say it's a thrilling commercial film in which women have a substantial role to play, and we have a lot to express through our characters. ഒരു കമേഴ്ഷ്യൽ സിനിമ തമിഴിൽ ഹീറോൻ്റെ മുകളിൽ ബേസ് ചെയ്യാതെ പോയില്ല. And women have nothing to do there, because I'm doing one right now and I know how jobless I am, and I'm like, and you're going from a movie like shooting a film like Live, which mind you, which VKP completed in 21 days out of 25 days ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. Okay, so 21 days, double call sheet almost every day, and there was also one day where we shot for 26 hours straight, and that's the load of work that we are so it's not about the language. എനിക്ക് തോന്നുന്നു മലയാളം സിനിമ is just the best industry for women, I feel. There are a lot of people who say otherwise. അത് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ആക്ച്വലി. ബട്ട് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ ഡൂയിങ് സംതിങ്, ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, മലയാളം ഓഡിയൻസ് ഇസ് നോട്ട് എൻ ഓഡിയൻസ് ഹൂ ഇസ് ജസ്റ്റ് ഗോയിങ് ടു ടേക്ക് യു ലൈക്ക് ദാറ്റ് ഹോം. യു നീഡ് ടു ബിൽഡ് അതിന് ടൈം എടുക്കും, അവരുടെ ആക്സെപ്റ്റൻസ് കിട്ടാനും അവരുടെ സ്നേഹം ശരിക്കും കിട്ടാനും. ഫോർ ദെം ടു കം ടു ദ തിയേറ്റർ ജസ്റ്റ് ടു വാച്ച് യുവർ ഫിലിം, it takes a lot of time, and it takes a lot of commitment from the actor as well. അത് നല്ല കഥാപാത്രങ്ങളിലൂടെ ആവാം, ത്രൂ പോസിറ്റീവ് ഫെയിലിയേഴ്സ് ആൻഡ് ഗുഡ് ഫിലിംസ് ആവാം, ബിൽഡിങ് എ കണക്ഷൻ വിത്ത് യുവർ ഓഡിയൻസ്. ആൻഡ് ദാറ്റ് ഇസ്, എനിക്കത് പേഴ്സണലി കിട്ടിയിരിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. തമിഴിലും തെലുങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടായിട്ടല്ല, ഞാൻ അവിടെ പോയി അഭിനയിച്ചിട്ടും ഐ ഹാവ് നോട്ട് ഹാഡ്, എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, അത് ചെറുപ്പത്തിലേ ഉള്ള ഇത് തന്നെയാണ്. അതർവൈസ് ഐ വുഡ് നോട്ട് ഈവൻ ബി ഇൻ ഇന്ത്യ. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഔട്ട്സൈഡ്. എന്നും എനിക്ക് ഫാസിനേഷൻ, എനിക്കൊരു മലയാളി ആവണം, നമ്മുടെ ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൾട്ട്. Malayalis are the hardest to please. I don't know if you agree with that. Okay, yeah, we're very uptight. Okay, we're very uptight. We are very judgmental, highly critical, highly intelligent. Samarthyan ellam, like we are so good. Our people are really smart. They really know how to make it. Chandrande vare Malayali undennu verade ella parayunnathu, right? So I've always had it in me that I want to come back to Malayalam and
do the best. Mm. And I think a huge component of it had to do with the fact that I didn't come into the industry wanting money or fame. It just happened to me, right? The industry happened, cinema happened. I had to go through my journeys of ups and downs to finally realize where I really love being. Edakku poitu go and do some good Tamil and Telugu films and all that, and then come back. But of course, എല്ലാ ആർട്ടിസ്റ്റും പറയും ഓക്കെ നിങ്ങൾക്ക് മറ്റേ ഇൻഡസ്ട്രിയിൽ ഭയങ്കര വൺ ബ്രേക്ക് കിട്ടിയിരുന്നെങ്കിൽ തിരിച്ച് മലയാളത്തിലേക്ക് വരുമായിരുന്നു എന്ന്. The artist in me still would want to come back. I know it. So it is not about the language. And now today cinema, nammude Malayalam cinema is being watched by people world over. When I recently went to a party in Bollywood, people, as soon as I walked in, because they were expecting some more South Indian actors to come for the event, and they were like, oh my god, you guys are like, you are like, you're rocking it and you're such a threat to us right now. The content, നമ്മൾ എന്നും നല്ല കോണ്ടന്റ് ഉണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഇറ്റ്സ് ബീങ് വാച്ച്ഡ് ബൈ ഓൾ. റീച്ച് ഭയങ്കര കൂടുതലാണ്. ഇറ്റ്സ് ബീങ് റീമെയ്ഡ് ടു എ ലാർജ് എക്സ്റ്റെന്റ്. ഒരു ഹിറ്റായ മലയാള സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് ഇസ് ഗോൺ ഓവർനൈറ്റ്. So we're in a very good place and I love being here. So it's not about the language at all. That doesn't mean that I don't appreciate films made in other language. I do, and I love working in other languages as well. പക്ഷെ ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രിൽ, അത് ചെയ്ത് കൺസ്യൂം ചെയ്യുമ്പോൾ ഓഡിയൻസ് ഇതാണ്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഒരു പക്ഷേ എൻ്റെ നാടായതുകൊണ്ടും ഫോർ മെനി റീസൺസ് ഐ ലവ് ബീങ് ഇൻ മലയാളം. ഐ ടോട്ടലി അഗ്രി വിത്ത് ഹർ. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു മലയാളം ഫിലിം ചെയ്യാൻ ഇറ്റ് ടുക്ക് മീ 4 years. അപ്പോ 4 years was the name of your last Yeah. film, right? Yeah. And my mom loved it, by the way. Oh, Yeah, ഞാൻ കാണാനിരിക്കുന്നു. That's nice. Yes. അപ്പോ അത്രയൊരു ഗ്യാപ്പ് എടുത്തു എനിക്ക് തിരിച്ച് മലയാളത്തിലേക്ക് വരാനായിട്ട്. ഐ വാസ് ആക്ച്വലി മിസ്സിങ് ഇറ്റ്. നമ്മുടെ സ്വന്തം നാട്ടില് നമ്മുടെ ലാംഗ്വേജിൽ ഒരു സിനിമ ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇറ്റ്സ് സോ പ്രഷ്യസ്. അതായത് 4 years ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓരോ ഫീഡ്ബാക്ക് വരുമ്പോഴും ഐ വാസ് സോ ഹാപ്പി. കാരണം എൻ്റെ നാട്ടിലെ ഓഡിയൻസ് എന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളൊരു സന്തോഷം. അതിപ്പോൾ നമ്മൾ തെലുഗുവിൽ പോയാലും ഹിന്ദിയിൽ പോയാലും അവിടെ എല്ലാം സ്നേഹമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. പിന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം ബാക്കി ലാംഗ്വേജസ് പഠിക്കാനായിട്ട്. നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ലാംഗ്വേജസ് പഠിക്കാൻ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്ട്രാ എഫേർട്ട്, അതായത് തലേ ദിവസം തന്നെ ഡയലോഗ് ഷീറ്റ്സ് ഒക്കെ ഇരുന്ന് വായിച്ച് പഠിച്ച് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ എഴുതി അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം നമ്മൾ പറയാനായിട്ട്. പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഒരു സ്കോപ്പ് ഫോർ ഇംപ്രവൈസേഷൻ ഇല്ല. നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ലാംഗ്വേജ് വശമില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ മനസ്സിന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിത് പഠിച്ച് പറയുന്ന പോലെ എന്തായാലും തോന്നും. അപ്പോൾ ഡെഫിനറ്റ്ലി മലയാളത്തിൽ അത് ചെയ്യുമ്പോൾ ഐ എം വേ മോർ കംഫർട്ടബിൾ. കാരണം എനിക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ, ചെറിയൊരു നുവാൻസ് ആണെങ്കിലും ചെറിയൊരു ജെസ്റ്ററോ എന്തെങ്കിലും എവിടെയെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിൽ നിന്ന് വരുമല്ലോ. സോ ഡെഫിനറ്റ്ലി മലയാളത്തിൽ കൂടുതൽ ഫിലിംസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കൂടുതൽ ഓഫേഴ്സ് പുറത്തുനിന്നാണ് വരുന്നതെങ്കിലും ഐ വുഡ് ലവ് ടു ബി പാർട്ട് ഓഫ് മലയാളം സിനിമ മോർ. കാരണം ഏറ്റവും അടിപൊളിയായിട്ടുള്ള കോണ്ടന്റ് വരുന്നത് മലയാളത്തിലാണ്. ആൻഡ് like people across the world, they watch Malayalam films now. Atrem accessibility undu. So I would definitely want to be part of more Malayalam films and do like solid characters here. And I think there's a huge part in us that has ഇത് പറഞ്ഞു ഫീഡ് ചെയ്തതായിരിക്കും ഒരു പക്ഷേ, ദാറ്റ് പണ്ടുതൊട്ട് കേൾക്കുന്നതാ മലയാളത്തിലെ ആക്ടേഴ്സാണ് ഭയങ്കര, മലയാളത്തിലെ സ്റ്റോറീസാണ്, മലയാളത്തിലെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര. സോ യു ഫീൽ ദാറ്റ് ദി ആർട്ടിസ്റ്റ് ഇൻ യു ഈസ് ഓൾവേസ് ട്രൈങ് ടു പ്രൂവ് ദിയർ സ്റ്റാൻഡ് ഇൻ മലയാളം. അഭിനയിക്കാൻ അറിയാത്ത കുറെ പൈസ മാത്രം വേണ്ട ആൾക്കാർ വേറെ ഭാഷയിൽ പോയി അഭിനയിക്കുന്നു. അങ്ങനത്തെ ഒരു എവിടെ ഉണ്ട്, അതില്ലാന്ന്. അത് ഐ എം ഷുവർ എവറി ആക്ടർ, ഫീമെയിൽ ആക്ടർ ഓർ മെയിൽ ദേ ഡോണ്ട് ഹാവ് മച്ച് ചോയ്സ്. ഇന്നാണ് കുറച്ച് അക്രോസ് ബോർഡേഴ്സ് പോയി വർക്ക് ചെയ്യുന്നത്. ദേ കൻ ബി സ്റ്റാർ ഇൻ അനദർ ഇൻഡസ്ട്രി ആസ് വെൽ. പക്ഷേ ആസ് ഫാർ ആസ് women are concerned, I think the choice is very limited. But in Malayalam, we have a broader, we have a broader choice available made to us. The point you said about learning a new language, I think it stops just about there, because the characters that you get at the end of the day is very generic.
Very generic അതിലൊരു characters. ടെംപ്ലേറ്റ് ഉണ്ടല്ലോ. Oh yes, and those formulas keep working there. അതിനകത്ത് ഒരു isolated 1 or 2 films ഉണ്ടാവും which will come out in a year where the male and the female have equal weight in their characters and the female has something to do. And most often തമിഴിലൊക്കെ അത് വളരെ നാടനായിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. അതിന് അവർ കറക്റ്റ് ആയിട്ട് നമ്മളെ ഒരു തമിഴത്തി ലുക്കാക്കും അങ്ങനെയൊക്കെയുള്ള. So I haven't done something like that, like what Priya has done here now with this film. I know that the actor in you wants to do something that's very raw. I want to do that in Tamil, പക്ഷെ that has not come. അവരെപ്പോഴും എന്നെ കാണുമ്പോൾ ലൈക്ക് ഭയങ്കര ഹീറോയിൻ ലുക്ക് ഉണ്ടല്ലോ. So I think the actor in us always brings us back to where we can be real. So VKP in fact was very happy to bring you into a character like this. I remember him telling me that Priya can, she's just not looked upon that way. She just needs to be presented that way so that people start thinking about her like that. So ഈ പലപ്പോഴും ഒരു സിനിമ വർക്കാവുന്നു, അതിൽ പെർഫോമൻസിന് ഭയങ്കര റെക്കഗ്നിഷൻ കിട്ടുന്നു. അത്രയൊരു സാഹചര്യത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും മറ്റു ഇൻഡസ്ട്രിയിലാണെങ്കിലും അതിനെ ഫോളോ അപ്പ് ചെയ്ത് അതേ ഫ്ലേവേഴ്സുള്ള ക്യാരക്ടേഴ്സ്, അതേ ഫ്ലേവേഴ്സുള്ള സിനിമകൾ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ ഒരു ക്യാരക്ടർ വർക്കായി കഴിയുമ്പോൾ അതേ ഫ്ലേവറിലുള്ള ക്യാരക്ടറിനെ വെച്ച് പല കഥകളും നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ഓരോ തവണ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ വീണ്ടും ലോക്കായി പോവാണ്. അത്ര സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെ നേരിടുന്നത്? ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് കൂടുതൽ ചലഞ്ചിങ് ആണല്ലേ? അപ്പൊ ഒരു പരിധി ഉണ്ടല്ലോ ഹീറോസ് പറയുന്ന പോലെ ആ സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടറിനെ അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റുന്ന. ഐ ഹാവ് നോട്ട് ടേക്കൺ ദാറ്റ് ഫ്രീഡം. ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഈദർ, ബിക്കോസ് ഐ ബിലീവ് ഇറ്റ് ഇസ് കം ടു മീ because the director sees something in that. He wants me for that part. And some movies I could have easily declined. But you will say, I'm someone who always try to see the good in something and try to do the project. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചെറിയ സ്ക്രിപ്റ്റുകൾ സെലക്റ്റീവ് ആണ്. ഒന്നാമത് ഈ 10-15 സ്ക്രിപ്റ്റുകൾ വരുമ്പോഴേക്ക് ബൈ ദ ടൈം ഇറ്റ് ഗെറ്റ്സ് ടു മീ ദർ ഇസ് എ ലോട്ട് ഓഫ് ഫിൽട്രേഷൻ ദാറ്റ് ഹാപ്പൻസ്. അവസാനം അതിൻ്റെ അകത്ത് ഒരു 2-3 എണ്ണമായിരിക്കും ഞാൻ അവസാനം കേൾക്കുന്നത്. അതിനകത്ത് ഞാൻ ചിലപ്പോൾ നോ പറഞ്ഞ് 12 സ്ക്രിപ്റ്റ് ചിലപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും നല്ലതുണ്ടാവും. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ടൈമിങ് ഇതെല്ലാം കൂടെ ഒത്ത് വരുമ്പോഴാണ് ഒരു നല്ല സിനിമ. പിന്നെ ഈ ഹിറ്റ് ഫോർമുലാസിന്റെ ഒരു സാധനം ഇപ്പം സിൻസ് യു ആസ്ക്ഡ് അബൌട്ട് probably the word you want to use is being stereotyped into that kind of a performance or that role. There are some hit things that works, okay, and you can do that for commercial films, which is a formula film. For example, My Boss, 2 countries, it requires a certain I need to be in a certain role, in a certain type of performance, in a certain uniform that works for that template of a film. And that has always worked. In that combination, that seems to be working. Endondana it's working, I don't know, because at the end of the day, what brings people to the theatre is some belief, some belief that there's something nice in this. Idu oru fun aayirikkum. So maximum as an artist nammal stereotype aavade nikkunna thaneyanu nalle, because that guarantees you a longer career. I'm not here to do a work, or I'm not doing a job. I'm going to have over 15 years, 20 years, 25 years in a career in the film industry. Adu vechu munnottu povaanengil maximum കഴിയുന്നതും ഇന്നത്തെ പ്രോബ്ലം ഇസ് ഔട്ട് ഓഫ് മൈൻഡ്, ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണ് ഓൺ സോഷ്യൽ മീഡിയ. നേരെ മറിച്ച് പണ്ട് ഐ എം സമൺ ഹൂസ് വെരി ഓൾഡ് ഫാഷൻഡ്, വെരി റെസിസ്റ്റന്റ് ടു ബീങ് വെരി ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ. ഒറ്റ സ്റ്റോറി ഉണ്ടാവില്ല, ഒറ്റ പോസ്റ്റ് ഉണ്ടാവില്ല. റിലീസ് ആവുന്ന സമയത്ത് മാത്രം ഐ പുട്ട് സംതിങ്. ഐ ടെൽ മൈ സെൽഫ് മംത ഡോണ്ട് ഡു ദിസ്, ബി മോർ ആക്റ്റീവ്. പക്ഷേ അത് ഓർഗാനിക്കലി നടക്കേണ്ട ഒരു സംഭവമല്ലേ. സോ ഐ ബിലീവ് ഇൻ ഗുഡ് വർക്ക്. നല്ല ക്യാരക്ടേഴ്സ് തേടി വരുമ്പം ചെയ്താൽ മതി. കുറച്ച് ലെയ്ഡ് ബാക്ക് ആണ്, കുറച്ച് കംപ്ലേസൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ വേറിട്ട ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. എന്നാലും ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പം ചില സിമിലർ ടൈപ്പ്, ഇപ്പോൾ പ്രീവിയസ് റോൾ ഫിലിമിൽ ഒരു ടീച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മൂവീസിന് ശേഷം വീണ്ടും ഒരു ടീച്ചർ വരുമ്പം ആ ടീച്ചർ തമ്മിൽ ഈ ടീച്ചർ എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇറ്റ്സ് ഹാർഡ് അല്ലേ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പീപ്പിൾ ഹാവ് എ വേ, ഓക്കെ മംത ടീച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ചെയ്യാന്ന്. So it's tough. It's a challenge for an actor. So പിന്നെ costume is the biggest way in which you can make over. ഭയങ്കര ഇപ്പൊ കുറെ ആൾക്കാർ മേക്ക് ഓവർ പിടിക്കുന്നുണ്ട്. വേറൊരു വിഗ് വെക്കുക, വേറൊരു ലുക്ക് പിടിക്കുക, കോസ്റ്റ്യൂം കംപ്ലീറ്റ്ലി മാറ്റുക. That is a big help, I would say.
that is not the actor's job. That's just costume. The costume is doing half the job for you. That's a good way to do it. Hollywood look അത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. Costume does most of the job. ഈ നോക്കി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഇവിടെ ഒരു സിനിമയുടെ വിജയം സംഭവിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഈ വർഷം നോക്കിയ രോമാഞ്ചം മാത്രമാണ് വലിയ രീതിയിൽ സക്സസ് ആവുന്നതെന്നുള്ള രീതിയിൽ ഫിയോക്കും മറ്റു സംഘടനകളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ലൈവും കൂടെ വരുവാണ്. ഈ ഓഡിയൻസിന്റെ ടേസ്റ്റ് ഇതെന്താണ് അവർക്ക് വേണ്ടത്, ഇതിലെല്ലാം ഭയങ്കര കൺഫ്യൂഷനിലാണ് ആളുകൾ ഇരിക്കുന്നത്. ഈ ഒരു പോയിന്റില് ലൈവും കൂടെ വരുമ്പോൾ ഓഡിയൻസ് എന്ന രീതിയിലൂടെ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവില് I think first day first show മുതൽ നമ്മൾ എല്ലാവരും പുറത്ത് നിന്ന് വിങ്ക് ചെയ്യുമ്പോൾ I mean, you can take that question. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട് ഈ പറഞ്ഞ പോലെ. കാരണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആൾക്കാർ ഈ സിനിമ കാണണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അറ്റംപ്റ്റ് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് ഓരോ ഫിലിം കഴിയുമ്പോഴും എനിക്ക് ആസ് എ പേഴ്സൺ ഐ ക്യാൻ ഫീൽ എ ഗ്രോത്ത്, ആൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ഓൾസോ എനിക്ക് ആ ഒരു ഗ്രോത്ത് എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ വോണ്ട് ആൻഡ് ഐ വിഷ് ഫോർ പീപ്പിൾ ടു സീ ദാറ്റ്. ആൾക്കാർ കണ്ട് അത് ഇഷ്ടപ്പെട്ട ആ ഫീഡ്ബാക്ക്, ഐ തിങ്ക് അതാണ് നമുക്ക് ആസ് എൻ ആക്ടർ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു റിവാർഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഫീഡ്ബാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണണം. തിയേറ്ററിലേക്ക് ആളുകൾ വരണം. ഐ റിയലി വിഷ് ഫോർ പീപ്പിൾ ടു ഗോ ടു ദി തിയേറ്റേഴ്സ് ആൻഡ് വാച്ച്. ഐ പേഴ്സണലി ഞാൻ ഈ പറഞ്ഞ പോലെ വീക്ക്ലി അറ്റ്ലീസ്റ്റ് 2-3 ഫിലിംസ് തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളാണ്. എനിക്ക് ചെറുപ്പം തൊട്ട്, എനിക്ക് കോവിഡിന്റെ സമയത്ത് പോലും OTT വന്ന എല്ലാവരും OTTയിലേക്ക് ഷിഫ്റ്റ് ആയ സമയത്ത് പോലും ഐ റിയലി വോണ്ട് ടു ഗോ ടു ദി തിയേറ്റേഴ്സ്. ഞാൻ എപ്പോഴും തിയേറ്ററിൽ പോയി പടം കാണുന്ന ഒരാളാണ്. ലൈക്ക് ഐ എം അത്രയും വലിയൊരു മൂവി ബഫ്. അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന്റെ ആ ഒരു ഫീല് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഡിഫറെന്റ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് OTT ആൻഡ് തിയേറ്റർ ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഒന്നിനും തൂക്കം കൂടുതൽ തൂക്കം കുറവ് അങ്ങനെ അല്ലാതെ ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്ന് എനിക്ക് തോന്നുന്നു. സോ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്താലേ അതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ റിയലി വിഷ് നമ്മള് എല്ലാ ഫിലിമും അത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഐ തിങ്ക് നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഇറസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ്, അതിപ്പം കാസ്റ്റ് ആരാണെങ്കിലും, രോമാഞ്ചം ഇസ് ദ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ സിനിമകൾ പലപ്പോഴും വലിയ വിജയങ്ങളായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. ഇപ്പോ അതായത് ഈ ഒരു ടൈം പീരീഡിൽ അങ്ങനെ വലിയൊരു സ്റ്റാർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫിലിം വർക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ ക്രൗഡ് വരുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. ഇഫ് ഇറ്റ്സ് ഗുഡ് കോണ്ടന്റ് ദിൽ ഗോ വാച്ച് ദ ഫിലിം. അപ്പോൾ ഐ ഡെഫിനറ്റ്ലി യുനോ ബിലീവ് ദറ്റ് നല്ല കോണ്ടന്റ് പുട്ട് ഔട്ട് ചെയ്താൽ ആൾക്കാർ കാണാൻ വരും. സോ ഐ ജസ്റ്റ് വിഷ് ഫോർ ദാറ്റ് ടു ഹാപ്പൻ ഫോർ ലൈഫ്. ഇപ്പൊ ഈ ഇതുമായി ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ, ഈ മഹേഷ് മാരുതിയുടെ പോസ്റ്റ് റിലീസിൽ രാജുചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വൈറലായിരുന്നു. സിനിമയിലെ നായികയായി മമതയ്ക്ക് കൊടുത്ത റെമ്യൂണറേഷൻ തിരിച്ചു കിട്ടിയില്ല എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്ങനെ കണ്ടേ? ഒരേ ഹൗസ് ഹോൾഡിൽ 2 ഡിഫറെന്റ് പെർസെപ്ഷൻസ്. മമ്മിക്ക് അത് ഇറ്റ് ഹേർട്ട് ഹർ ആൻഡ് ഐ വാസ് ലൈക്ക് ഓ ഓക്കെ, ഞാൻ അത്രയും വലിയ റെമ്യൂണറേഷൻ എടുത്താണോ പറഞ്ഞു വരുന്നത്. അടുത്ത ഫോർവേഡ് വരുമല്ലോ. അപ്പം ഞാൻ അത് വന്നു. അത് ആക്ച്വലി എനിക്ക് ഫോർവേഡ് ചെയ്തത് മമ്മി തന്നെയാണ്. ഇതെന്താ രാജുചേട്ടൻ ഇങ്ങനെ പറഞ്ഞത്? ഓക്കെ, അപ്പോ മമ്മി അത് നോക്കിയ രീതിയിലേ അല്ല ഞാനത് കണ്ടത്. അപ്പൊ I could understand. I understand what when we are promoting a film, we know what we are talking about. It's going to sound very offensive, so I'm not going to go to that. But we are here to promote our film, correct? പക്ഷെ അതിനുപരി നോട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എപ്പോഴും നിങ്ങൾക്ക് the audience can understand. Does the actor actually love the film that he or she has done or not? Okay, Live is a film that I did because I love it. Live is a film which is meant for community viewing actually. Okay, ഇതൊരു ആൾക്കാര് ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട പടം തന്നെയാണ്. അത് എന്തുകൊണ്ടെന്ന് പടം കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. അതിനകത്ത് കുറേ സൊസൈറ്റിക്ക് റെലവെന്റ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ലൈവ്. Okay, live എന്ന് പറയുമ്പോൾ തന്നെ you can the title itself has right from the time the movie starts rolling, you are watching news. അതുപോലെയാണ്. So as much as people like to watch news, spread news, speak about matters that are relevant as well as irrelevant, they will enjoy watching live.
So I feel that there's a lot for the people in this film. There's a lot, especially for the women. There's a lot for men to think about. There are some amazing performances by all of us. I think പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പ്രിയയുടെയും ഷൈനിൻ്റെ ഒക്കെ പെർഫോമൻസസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. There's something new in those performances as well. And the story has interesting twists. So ഒരു thriller പേസിലാണ് പടം പോകുന്നത്. So there's a lot that the people will enjoy. There are some sweet moments in the film as well, which keeps the film not so dark. മനസ്സിലായില്ലേ? അപ്പോൾ ആൾക്കാർ ഇന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ്. ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ്. എല്ലാവരുടെയും എന്താണ്, ഇതിൻ്റെ ഒരു ടേൺ ഓവർ പീരിയഡ് 3 ആഴ്ച, വിത്തിൻ 3 weeks ദിസ് വിൽ ബി OTT ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വരും, അപ്പം കാണാന്നുള്ളത്. പക്ഷെ ചില സിനിമകൾ കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിന് മെൻറ്റാണ്. ആൻഡ് ഐ തിങ്ക് അതൊരു ബൈ വേർഡ് ഓഫ് മൗത്ത് അത് നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് വിൽ ഗോ ഫ്രം വൺ ടു ദി അതർ. ആൻഡ് ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ലൈഫ്. I have a lot of faith in life. And എന്തായാലും പ്ലീസ് തിയേറ്റർ പോയിട്ട് കാണണം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ആർ ഏബിൾ ടു ഹാവ് ഓഡിയൻസ് കം ഇൻ ടു ദ തിയേറ്റേഴ്സ്. ആൻഡ് അത് എനിക്ക് വേണ്ടിയാവാം, സൗബിന് വേണ്ടിയാവാം, ഷൈനിന് വേണ്ടിയാവാം, പ്രിയയ്ക്ക് വേണ്ടിയാവാം. അത്രയും ഫോളോവേഴ്സ് ഇല്ല, എല്ലാവരും നാട്ടിലില്ല, എല്ലാവരും പുറത്താ. സോ അതേപോലെ ഷൈൻ എപ്പോഴും എന്ത് ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. For the right and wrong reasons, he's on the news. So all of these people, we hope, will come to the theatre to watch what നമ്മളെ പറ്റി മോശവും നല്ലതും പറഞ്ഞാൽ മാത്രം പോരാ, പബ്ലിക് വന്ന് കാണാൻ വേണമല്ലോ. So that is where we will understand the authenticity of our fans. മനസ്സിലായോ? അവിടെയാണ് ഞാൻ എന്താ വെച്ചാൽ ഫാൻസ് ഉള്ള ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി എല്ലാവരും പടം കാണുന്നുണ്ടെന്നല്ല പറയുന്നത്, അതൊന്നും നടക്കുന്നില്ല. സോ വി ജസ്റ്റ് ഹോപ്പിംഗ് ആൻഡ് പ്രേയിങ്. ഇതൊരു ഇറ്റ്സ് ഒരു കറക്കിക്കുത്തലാണ്, യുനോ, ബ്രിങ്ങിങ് പീപ്പിൾ ഇൻ ടു ദ തിയേറ്റർ. സോ ഐ റിയലി ഹോപ്പ് ദാറ്റ് ലൈവ് വർക്ക്സ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഫോർ ഓൾ ഓഫ് us. And I have a lot of faith in the film, and it is very important for me that this film works for everybody. And it has every element that I believe in the subject. എനിക്ക് ഇതിന് മുമ്പ് എനിക്ക് അത്രയും ഫെയ്ത്തോടെ ഞാൻ ചെയ്തൊരു സിനിമയിൽ ജനഗണമന, അത് വർക്കായില്ലേ. There were a lot of elements in the film, and because I knew the story as a whole, കഥ കേട്ട സമയം മുതൽ this is going to work എന്ന് ഞാൻ പറഞ്ഞൊരു സിനിമ അതായിരുന്നു. അതിനുശേഷം ലൈവാണ്. സോ I've done it with a lot of love. We've made an amazing film. ഇത് ഇനിയിപ്പം എന്തായാലും ഇത് വർക്കായേ പറ്റൂ, ഇന്നല്ലെങ്കിൽ നാളെയും. ദിസ് ഇസ് എ ഫിലിം ദാറ്റ് ഇസ് ഗോയിങ് ടു കോൺസ്റ്റന്റ്ലി ബി റെലവെന്റ് ആസ് ലോങ് ആസ് വി ഹാവ് ന്യൂസ്. അപ്പൊ എന്തായാലും ആളുകളെല്ലാവരും തിയേറ്ററിലോട്ട് വരട്ടെ. Yes. You watch it too, okay? I'm very excited about live actually. Thank you. Yes, thank you so much.